കാസർഗോഡ് ബേഡടുക്ക കുണ്ടംകുഴിയിൽ അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ഇപ്പോഴും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. 1 ലക്ഷം രൂപ നൽകി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമമുണ്ടായെന്ന ആരോപണവുമായി കുടുംബം. കുട്ടിയുടെ വീട്ടിലെത്തി എല്ലാവിധ സഹായവും ഹിന്ദു ഐക്യവേദി ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്കൂൾ അസംബ്ലിക്കിടെ വികൃതി കാണിച്ചെന്ന് ആരോപിച്ചായിരുന്നു അധ്യാപകന്റെ മർദ്ദനമെന്നാണ് കുട്ടിയും രക്ഷിതാക്കളും പറയുന്നത്. മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന കുട്ടിയുടെ മുഖത്തടിക്കുകയും വലതു ചെവിയിൽ പിടിച്ചു പൊക്കുകയുമായിരുന്നു. അടിയേറ്റ കുട്ടിക്ക് ഇപ്പോഴും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. മാത്രമല്ല, സംഭവം നടന്നതിന് പിന്നാലെ വിവരം മറ്റാരും അറിയാതിരിക്കാൻ അധ്യാപകർ വീട്ടിലെത്തി ധനസഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തെന്നും രക്ഷിതാക്കൾ പറയുന്നു. അസംബ്ലിയിൽ അച്ചടക്കം പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ അസംബ്ലിയിൽ വെച്ച് തന്നെ പരസ്യമായി വിളിക്കുകയും എല്ലാ അധ്യാപകരുടെയും ഈ പറയുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിയുടെ പിഞ്ചു കുട്ടിയുടെ ഷർട്ടിൽ കയറി പിടിച്ച് വലിച്ച് അടച്ച് ആ കുട്ടിയുടെ മുഖത്ത് കരണത്ത് അടിക്കുകയാണ് ചെയ്തത്. മാഷ് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, പിന്നെ TC വേണ്ടിയിട്ട് പോയിക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കാറിന് അസംബ്ലി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വിളിച്ച് വീട്ടിലത്തെ ആരെല്ലാം ഉണ്ട്, പിന്നെ നീ എപ്പോൾ വരുന്നത്, എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. ഞാൻ വേണ്ട പറഞ്ഞ് താമസിച്ചിട്ടാണ്. എന്നിട്ട് അപ്പോൾ അവിടെ ഹോട്ടലിൽ പോലീസുകാർ വന്നു. 14-ാം തീയതിയാണ് സ്കാൻ ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോൾ. എന്നിട്ട് 16-ാം തീയതി റിപ്പോർട്ട് കാണിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു, ഇത് ജലദോഷം വരാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കയറാൻ പാടില്ല, ഒരു 6 മാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ അല്ലെങ്കിൽ ഇത് വരും എന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ആക്കേണ്ടി വരും അങ്ങനെ വെള്ളം ഒന്നും കയറിയാൽ. സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും കുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി വ്യക്തമാക്കി. ജനം, കാസർകോട്.